അനുഗ്രഹവും ഈശ്വരാനുഗ്രഹവുമാണ് എന്ന് വിചാരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഏതായാലും ഈ വിശിഷ്ട സന്ദർഭത്തിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് സാധിച്ചതിലുള്ള അകമഴിഞ്ഞ അഭിനന്ദനവും അനുമോദനവും ഞാൻ വിനയപൂർവ്വം അറിയിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ തിളങ്ങി നിൽക്കുന്ന എൻ്റെ ഗുരുനാഥൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ശ്രീ മലയത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂതിരിപ്പാട്ടിന് നന്ദി. അടുത്തത് ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ, കവിയും ഗവേഷകനും പ്രത്യേകിച്ചും ചെമ്പകശ്ശേരി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അഗാധമായ പഠനം നടത്തിയിട്ടുള്ള ആളും അധ്യാപകനും പ്രഭാഷകനുമൊക്കെയായ ഗോപകുമാർ സാറ് ജീവിതത്തിൽ മുഴുവൻ പുതുവന ദാമോദരൻ നമ്പൂതിരിയോട് വളരെ അടുപ്പം പുലർത്തിയിരുന്ന ആളാണ്. അദ്ദേഹത്തെ വിനയപൂർവ്വം അനുസ്മരണത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, പ്രിയമുള്ളവരെ, ആദ്യമായി പുതുമന തിരുമേനിയുടെ പവിത്രമായ ഓർമ്മകൾക്ക് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. രാമവർമ്മ സാറിവിടെ സൂചിപ്പിച്ചതുപോലെ പുതുമന ദാമോദരൻ നമ്പൂതിരി എന്ന് ഞങ്ങൾ പറയാറില്ല. പുതുമന തിരുമേനി ഞങ്ങളുടെ നാടിൻ്റെ ആത്മീയ ജ്യോതിസായി 6-7 പതിറ്റാണ്ട് കാലം ആധ്യാത്മിക സാംസ്കാരിക കേരളത്തിൻ്റെ ഹൃദയ ശ്രീകോവിലിൽ ഒളിമങ്ങാതെ കത്തിത്തെളിഞ്ഞു നിന്ന ഒരു നെയ്ത്തിരുനാളം. ആ ദീപപ്രഭയിൽ തുടിച്ചു കുളിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. ആ മഹാത്മാവിൻ്റെ സ്നേഹവും വാത്സല്യവും അനുഗ്രഹവും ആവോളം ഏറ്റുവാങ്ങുവാൻ ഈശ്വരകൃപ കൊണ്ട് ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഉള്ള ചരിതാർത്ഥത വാക്കുകൊണ്ട് പറയാനാവില്ല. ഏതായാലും ഞാൻ തറപ്പിച്ചു പറയുന്നു, നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണ്. ഭഗവത് കാരുണ്യത്താൽ ഒരു സുഹൃത കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഭാഗ്യമാണ് അമ്പലപ്പുഴ കണ്ണൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ചടങ്ങ് നിർവഹിക്കുവാൻ മുഖ്യ കാരണക്കാർ യഥാർത്ഥത്തിൽ തിരുമേനിയുടെ മക്കളാണ്. സ്ഥലത്തില്ലായെങ്കിൽ പോലും നാരായണൻ നമ്പൂതിരിയും എൻ്റെ സഹപാഠി കൂടിയായ ദാമോദരൻ നമ്പൂതിരിയും മകൾ ഉമയും ശ്രീധരൻ നമ്പൂതിരിയും ഒക്കെ കൂടെ ചേർന്ന് അച്ഛൻ്റെ ഓർമ്മകൾ ശാശ്വതീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം ഈ സാംസ്കാരിക കേരളത്തിന്, ആധ്യാത്മിക കേരളത്തിന് നൽകിയിട്ടുള്ളതായ സംഭാവനകൾ സമാഹരിച്ച് ഈ സന്ദർഭത്തിൽ ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറായത്. അതിൽ പരം ഒരു പുണ്യകർമ്മം ചെയ്യാനില്ല. ഇതാണ് മക്കൾ ചെയ്യേണ്ടത്. അവരവരെല്ലാവരുടെ അവരുടെ ബന്ധുക്കൾ, ഓമനക്കുട്ടൻ തിരുമേനിയുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ തിരുമേനിയെ സ്നേഹിക്കുന്ന, തിരുമേനിയെ അറിയുന്നവർക്ക് ഉള്ളിലുണ്ടാവുന്ന ആനന്ദത്തിന് അതിരില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി അമ്പലപ്പുഴയിൽ നിന്ന് എത്രയോ പേർ. കാരണം ആ നാടിനെ സംബന്ധിച്ചിടത്തോളം പുതുമന ഇല്ലത്തെ തന്ത്രിമുഖ്യനെ സ്നേഹിക്കുന്ന പോലെ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. അത്രയും ആദരണീയമായ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ ആ നാട്ടിൽ പുതുമന ഇല്ലത്തിനുള്ളത്, പുതുമന ഇല്ലത്തെ തിരുമേനിക്കുള്ളത്, പ്രത്യേകിച്ച് വലിയ തിരുമേനി. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ്, തന്ത്രാദികൾ ലക്ഷ്യവാഹം നേടിയിട്ടുള്ളതാണ്, സാഹിത്യം, ഇതൊക്കെ സാധാരണ നാവുകൊണ്ട് പറയുന്ന കാര്യമാണ്. ആ സാധാരണമായ നാവുകൊണ്ട് പറയുന്ന അപ്പുറത്ത് അദ്ദേഹത്തിന് മികവോ തികവോ യഥാർത്ഥത്തിൽ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ?
അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോഴൊക്കെ അത്ഭുതത്തോടും വിസ്മയത്തോടും ആദരവോടും ഭക്തിയോടും കൂടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ വിസ്തരിക്കുന്നില്ല. അമ്പലപ്പുഴ മഹാക്ഷേത്രത്തെക്കുറിച്ചുള്ള കഥകൾ, അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ എനിക്ക് പുസ്തകം എഴുതുവാനും വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് തിരുമേനിയാണ്. അതൊക്കെ ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ അറിയാതെ മനസ്സുകൊണ്ട് ഞാൻ നമിച്ചു പോവുകയാണ്. ഇപ്പൊ സി ബി നായർ സാറ്, രാമചന്ദ്രൻ നായർ സാറും ഒക്കെ പുതുമേന തിരുമേനിയായിട്ടുള്ള എത്രയോ ആത്മബന്ധം പുലർത്തിയവരാണ്. ആ ആത്മബന്ധത്തിന്റെ സുഗന്ധം തോന്നി നിൽക്കുന്ന വാക്കുകളാണ് ഈ സദസ്സിൽ അവർ അവതരിപ്പിച്ചത്. അതുപോലെ എത്രയെത്രയോ മഹാശയന്മാരുമായി മഹാരഥന്മാരുമായി ഇടപെടുവാനും അവരുടെയൊക്കെ ഹൃദയത്തിൽ ഇടം പിടിക്കുവാനും കഴിഞ്ഞിട്ടുള്ള അനന്യസാധാരണമായ ഒരു വ്യക്തിത്വം. അങ്ങനെയുള്ള വ്യക്തിത്വമായിരുന്നു യഥാർത്ഥത്തിൽ പുതുമന തിരുമേനി. പരമാത്മ പ്രേമത്തിന്റെയും പരിണത പ്രജ്ഞയുടെയും സംയോഗത്തിലൂടെ വിളയിച്ചെടുത്തൊരു മനസ്സ്. ആ മനസ്സ് യഥാർത്ഥത്തിൽ എത്ര നിർമ്മലമായിരുന്നു, എത്ര നിഷ്കളങ്കമായിരുന്നു. അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ശ്രദ്ധ, അതിനുള്ള വിശ്വാസം, അതിനുള്ള ഭക്തി, ഏത് കാര്യം ചെയ്യുമ്പോഴും, പൂജകൾ ചെയ്യുമ്പോൾ മാത്രമല്ല, പ്രസംഗിക്കുമ്പോൾ, എഴുതുമ്പോൾ, എല്ലാ കാര്യങ്ങളിലും ഈ കളങ്കരഹിതമായ മനസ്സ്, ആ സംശുദ്ധമായ, സി പി നായർ സാറിനെ സൂചിപ്പിച്ചു, ആ സംശുദ്ധമായ മനസ്സ്, ആ മനസ്സിന്റെ ദീപ്തി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കിലും നോക്കിലും നടപ്പിലും ഇരിപ്പിലും എടുപ്പിലും എല്ലാ കാര്യങ്ങളും ഒരുപോലെ പ്രകടപരമായിരുന്നു. ഇത് അദ്ദേഹത്തിന് അമ്പലപ്പുഴ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കിട്ടിയതാണ്. അമ്പുരതടനി സൽപുരേ വാഴുന്ന തമ്പുരാൻ മാത്രമാണ് എൻ്റെ ദൈവം. ഇവിടെ ഗഹനങ്ങളായ സംസ്കൃത കാവ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ആ സംസ്കൃത കാവ്യങ്ങൾക്കോടൊപ്പം, സംസ്കൃത സാഹിത്യ സംഭാവനകൾക്കോടൊപ്പം ലളിതമധുരമായ മനോഹരമായ മലയാള ശൈലിയിൽ എത്രയോ കീർത്തനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനിയും സമാഹരിക്കപ്പെടാൻ പോകേണ്ടതാണ്. ശ്രീകൃഷ്ണമധുരം പോലെയുള്ള, രാധാവാസവം പോലെയുള്ള, അതൊക്കെ വായിച്ചു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അത്ഭുതം തോന്നും. വളരെ ലളിതമായി കൃഷ്ണഹരേരിയ സാധാരണക്കാർ പാടുന്ന മഞ്ജരി കീർത്തനത്തിലുള്ള ആ കീർത്തനത്തിൽ എത്ര കേശാദിപാദവും പാദാദികേശവും കേശവ കണ്ടുള്ള മോദിക്കണം. വളരെ ലളിതമായ അസാമാന്യമായ പ്രതിഭ. അവിടെയാണ് ആ അമ്പരവാഹിനി സൽപുരയെ വാഴുന്ന തമ്പുരാൻ മാത്രമാണ് എൻ്റെ ദൈവം, ആ അമ്പലപ്പുഴ ഭഗവാൻ മാത്രമാണ് എൻ്റെ ദൈവം. സമർപ്പിതമായ ഭക്തിയാണ്, ആത്മസമർപ്പിതമായ ഭക്തി.